44 കൊല്ലം മുമ്പ് കേരളം ഇങ്ങനെയല്ല. പ്രവാസ ജീവിതം എന്നും നല്ലതാന്ന് ഞാൻ പറയുള്ളൂ. ഒരു കാലത്ത് പ്രവാസ ജീവിതത്തിന് ഒരുപാട് കൊതിച്ച് നടന്നിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ വരുമ്പോൾ അവർ വിചാരിക്കും ഇതാണ് ഗൾഫ് എന്നുള്ളത്. അതല്ല. എൻ്റെ മുത്തച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മരിക്കുന്നത് വരെ കൂടെ ഉണ്ടാവണം എന്നുള്ളത്. അത് ഞാൻ ഒരിക്കലൊരു വലിയൊരു ഇൻഡസ്ട്രിയൽ ഫർണിച്ചർ ഫാക്ടറി തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അത് ടോട്ടൽ ഫെയിലിയർ ആയിരുന്നു. ഇപ്പം എൻ്റെ നാട്ടിലെ വീട്ടിൽ നോക്കിയാലും മുക്കിലും മൂലയിലും നിങ്ങൾക്ക് ഒമാൻ്റെ ഓരോ സിം ടാഗുകൾ ഉണ്ടായിരിക്കും. കാരണം അത് തന്നെ ഒരു മെമ്മറിയാണ്. മറക്കില്ല ഞാൻ ഈ പ്രവാസം. നമസ്കാരം. മറക്കില്ല ഞാൻ ഈ പ്രവാസം. ഒമാനിൽ കഴിഞ്ഞ 44 വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു മലയാളിയാണ് തൃശ്ശൂർ സ്വദേശിയായ ശ്രീ ചന്ദ്രഹാസൻ മേനോൻ. ജീവിതത്തിൽ വ്യക്തമായ ആദർശങ്ങളും നിലപാടുകളുമുള്ള കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. തീർച്ചയായും മറ്റു പ്രവാസികൾക്ക് അദ്ദേഹം ഒരു പാഠപുസ്തകമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മറക്കില്ല ഞാൻ ഈ പ്രവാസം. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ചന്ദ്രഹാസൻ മേനോൻ. തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. തുടക്കത്തിലുള്ള വിദ്യാഭ്യാസം എല്ലാം തൃക്കൂർ കഴിഞ്ഞ് ഡൽഹിയിലാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളത്. അവിടെ നിന്നാണ് എൻ്റെ ഒരു ജീവിതയാത്ര തുടങ്ങിയിട്ടുള്ളത്. അച്ഛൻ രാമൻ മേനോൻ ഇരിങ്ങാലക്കുട സ്വദേശി, അമ്മ ലീലമ്മ തൃക്കൂർ സ്വദേശി, ഭാര്യ ലക്ഷ്മി ദേവി തൃശ്ശൂർ സ്വദേശി. 2 മക്കളുണ്ട്, അനൂപ്, ആശീഷ്. മൂത്ത ആൾ അനൂപ് ഈസ് വർക്കിംഗ് ഇൻ UK. രണ്ടാമത്തെ ആൾ എൻ്റെ കൂടെ തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ട്. പ്രവാസം സ്വീകരിക്കാൻ ഞാൻ വെൽ പ്ലേസ്ഡ് ആയിരുന്നു. ഡൽഹിയിൽ എസ്കോട്ട്സ് എന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും ഗൾഫിലേക്ക് പോകുന്നൊരു കാലഘട്ടങ്ങളായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു പ്രചോദനം. എൻ്റെ അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എന്നെ കൊണ്ടുവന്നത്. 1980 ഡിസംബർ അബൌട്ട് 1981 തൊട്ട് ഒമാനിലുണ്ട് ഞാൻ. ചെറിയൊരു ജോലിയിലാണ് ആദ്യം വന്നത്. ഒരു 1-2 വർഷം ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നല്ലൊരു ജോലി കിട്ടാനായിട്ട്. അന്ന് ജോലി കിട്ടാൻ അത്ര എളുപ്പമായിരുന്നില്ല. ജീവിതത്തിൽ വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിൽ വളർന്നിട്ടുള്ള ആളല്ല ഞാൻ. പക്ഷേ ബാല്യകാലത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഗൾഫ് ജീവിതം ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അതിൽ അന്നും ഇന്നും ഒന്നും ഒരു കാലത്ത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല, ഇന്നും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഗൾഫ് ജീവിതം എന്ന് പറയുന്നത് വേറൊരു ഏരിയ ആണ്. ഗൾഫിൽ പല സാഹചര്യത്തിലും നിങ്ങൾക്കറിയാം, പല രീതിയിൽ വളരുന്ന ആൾക്കാരുണ്ട്, വളരെ ദുഃഖിച്ച് വളരുന്നവരുണ്ട്, സാമ്പത്തിക ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്കും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ. ഞാനിന്ന് 44 കൊല്ലം പിന്നാക്കം നോക്കുമ്പോൾ ഒരുപാട് ഇതുകളുണ്ട്. വളരെ ചെറിയ തുച്ഛമായ ശമ്പളത്തിൽ വന്നിട്ടുള്ള ഒരാളാണ്. ഈ 44 കൊല്ലത്തെ യാത്ര എന്ന് വലിയൊരു യാത്രയാണ് എനിക്ക്. ഇന്ന് കാണുന്ന സൗഭാഗ്യങ്ങളൊന്നും അന്ന് എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ അതെല്ലാം ഇന്നത്തെ ആൾക്കാർക്ക് ഒരു പാഠമായിരിക്കണം. ഇന്ന് ജനറേഷൻ മാറി. ആൾക്കാർക്ക് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ വരുമ്പോൾ അവർ വിചാരിക്കും ഇതാണ് ഗൾഫ് എന്നുള്ളത്. അതല്ല. സോ ദേ നീഡ് ടു തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ. അച്ഛൻ്റെ വിരഹം ഉണ്ടായിട്ടുണ്ട്, അമ്മയുടെ വിരഹം ഉണ്ടായിട്ടുണ്ട്. ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഏറ്റവും വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു എൻ്റെ ഗ്രാൻഡ് മദർ, അവർ പോയി. എൻ്റെ മുത്തച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മരിക്കുന്നത് വരെ കൂടെ ഉണ്ടാവണം എന്നുള്ളത്. അത് ഞാൻ സാഫല്യമാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഞാൻ ഗൾഫിലേക്ക് പടിയിറങ്ങിയിട്ടുള്ളൂ. അതെൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു. പ്രവാസ ജീവിതം എന്നും നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ അത് എല്ലാവരും അത് കണക്കാക്കി അത് ഡോണ്ട് ടേക്ക് ഇറ്റ് ഗ്രാൻറ്റഡ്. കാരണം എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് വരും ലൈഫിൽ. അതെല്ലാം നമ്മുടെ ദൈവസഹായം പോലെ ഇരിക്കുന്ന എനിക്ക് പറയാനുള്ളൂ. പലവർക്കും കയ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. എനിക്കും ചെറിയ തോതിൽ കയ്പേറിയ പല സംഭവങ്ങളും ആരോഗ്യപരമായിട്ടും മറ്റൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഒന്നും എന്നെ ജീവിതത്തിനെ അത് ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയാം. പക്ഷെ അതർവൈസ് പ്രവാസ ജീവിതം നല്ലതാണ്. ഈ ഒരു പ്രവാസ ജീവിതത്തിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കുക എന്നുള്ളതാണ്. ഏത് രാജ്യത്ത് ചെല്ലുന്ന അവിടുത്തെ നിയമങ്ങളെല്ലാം പാലിച്ച് ജീവിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അത് അന്നും ഇന്നും എന്നും പാലിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുന്നു. ഞാൻ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അവർ അങ്ങനെയായി എന്നുള്ളത്, എന്തുകൊണ്ട് ഇങ്ങനത്തെ ആപത്തുകളിൽ ചെന്ന് ചാടുന്നു. അപ്പോൾ കഴിയുന്ന ഒരു ഉപദേശം എന്നുള്ളതിലേക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ ഒന്നിലും ആവശ്യമില്ലാത്ത നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത് ജീവിതത്തിലായാലും ഡ്രൈവിങ്ങിലായാലും ജോലി സംബന്ധമായാലും എന്തിലും. ഞാൻ പല മേഖലയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരിക്കലൊരു വലിയൊരു ഇൻഡസ്ട്രിയൽ ഫർണിച്ചർ ഫാക്ടറി തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അത് ടോട്ടൽ ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ അതിനെ ഒരു അച്ചീവ്മെൻ്റ് ആക്കി കണക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഫെയിലിയർ ആയിട്ടും പറ്റില്ല. കാരണം അത് എൻ്റെ ഒരു കാരണം കൊണ്ടല്ല അങ്ങനെ ഒരു ഫെയിലിയർ വന്നിട്ടുള്ളത്. ബട്ട് ഒരു കയ്യൊപ്പ് പതിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നു പെട്ടത്, ഈ ആയുർവേദ മേഖലയിലേക്ക്.
അതിൻ്റേതായിട്ടുള്ള തുടക്കത്തിൽ എല്ലാ ബാലാരിഷ്ടങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പറയുമ്പോൾ ഒരുവിധം അതിനെ ഒരു അച്ചീവ്മെന്റ് ഏരിയയിലേക്ക് വന്നു എന്ന് പറയാം. എനിക്ക് മറ്റുള്ളവരതിനെ എങ്ങനെ ഡയഗ്നൈസ് ചെയ്തു എന്ന് എനിക്കറിയില്ല. 2005 വരെ ഒരു ഓൺലി ജോലി മാത്രം ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. അവിടെ നിന്നാണ് ചെറിയൊരു ബിസിനസ് സംബന്ധിച്ച് കാലി വെക്കുന്നത് ഞാൻ. ഇപ്പോഴുള്ള ഈ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞു. ഇത് സഹം ആയുർവേദിക് ഹോസ്പിറ്റൽ എന്നുള്ളതൊരു GCC കൺട്രിയിലെ ആദ്യത്തെ ഇൻപേഷ്യൻ്റ് ആയുർവേദിക് ഇൻ്റഗ്രേറ്റഡ് ഹോസ്പിറ്റലാണ്. അത് തുടങ്ങണം എന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയുർവേദ ഡോക്ടറായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു പ്രചോദനം ബാല്യകാലം മുതൽ. 15-20 വർഷം മുമ്പേ ചാരിറ്റി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഞങ്ങൾ സ്വയം ചാരിറ്റി പേഷ്യൻസിനെ ഇന്ത്യയിലേക്കും പല രാജ്യങ്ങളിലേക്കും ഫോറിൻ കൺട്രീസിലേക്കും വിട്ടിരുന്നതാണ്. അതായിരുന്നു എൻ്റെ ഒരു പ്രചോദനം ഈ ഏരിയയിലേക്ക് വരാനായിട്ട്. പിന്നെ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കിട്ടിയപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കാരണം, ഇപ്പോൾ കൂടുതൽ ഈ നമ്മുടെ ചികിത്സകൾ എടുക്കുന്നത് മുഴുവൻ അറബ് നാഷണൽസാണ്. നമ്മുടെ ഇന്ത്യൻസ് വളരെ ഫ്രാക്ഷനേ ഉള്ളൂ എന്ന് പറയാം. അതിൻ്റെ മുഖ്യ കാരണം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനത്തെ സർവീസുകൾ സുലഭമായിട്ടുണ്ട്. അതായിരിക്കാം ഒരു കാരണം. ഈ ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് എനിക്ക് എന്ന് പറയാം. മറ്റുള്ളവർക്കും ഒരു ഇന്ത്യൻ എന്നുള്ള പൗരൻ എന്നുള്ള നിലയ്ക്കും ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കാൻ പറ്റിയെന്നുള്ള എനിക്ക് വലിയൊരു ഇതാണ്. ഇതിൻ്റെ പെയിൻ എന്തായിരുന്നു ഈ ഹോസ്പിറ്റൽ സെറ്റപ്പ് ചെയ്യാനുള്ളതും അതിൽ ഒരുപാട് കടമ്പകൾ കടന്നു വന്നിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ അതൊരാൾക്കാരോട് പറഞ്ഞാൽ ദേ ഡോണ്ട് ബിലീവ് ഇറ്റ് എന്ന് ഞാൻ പറയാം. ഇന്ന് എൻ്റെ കൂടെ ഏകദേശം 100 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. 100 പേര് എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിയെ കൊണ്ടുമ്പോൾ യു ക്യാൻ ടേക്ക് ഇറ്റ് അനദർ 500 പീപ്പിൾ. 500 ആൾ ഒരാളുടെ കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ ദാറ്റ്സ് എ ഹാപ്പിനെസ്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. വിരഹം ഒരിക്കലും ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയാം. കാരണം എന്നും ഞാൻ ഫാമിലിയായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അത് ചെറുപ്പകാലത്തായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷമായാലും. അങ്ങനെ ഒരു ദീർഘനാളുകൾ ഗൾഫ് രാജ്യത്ത് നിൽക്കേണ്ടി വന്നിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും പോവാവുന്നൊരു സാഹചര്യം അന്ന് ഇന്നും എനിക്കുണ്ടായിരുന്നു. ചെറുപ്പകാലങ്ങളിൽ അച്ഛനമ്മ ഉണ്ടായിരുന്നു, അവരെ കാണാൻ പോയിരുന്നു. പിന്നെ അവരുടെ കാലശേഷം എൻ്റെ കുടുംബം ഏതൊരു സമയം ഒമാനിൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എവിടേക്ക് പോകുമ്പോഴും ട്രാവലിംഗ് എല്ലാം ഒരുമിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു വിരഹം എന്നുള്ള ഒരു ഗ്യാപ്പ് ദൈവസഹായം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയാം. ഈ രാജ്യം തന്ന ജീവിതം, അത്രയും ഒറ്റ വാക്കുകൊണ്ട് ഞാൻ പറയാം, ഈ രാജ്യം നല്ലൊരു ജീവിതം ഞങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും സമ്പാദിച്ചു തന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ ഒരു ഹാർഡ് വർക്ക് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നത് ഈ രാജ്യമാണ്. അപ്പോൾ അതിന് എന്നും നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. ഞാൻ ഒരുവിധം 90% ഒമാനി ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ്. അതിന് ആരോഗ്യമുണ്ടെങ്കിൽ എന്ന് ഇവിടെ ഉണ്ടാവണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, പ്രതീക്ഷിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറയാം. അപ്പം എൻ്റെ നാട്ടിലെ വീട്ടിൽ നോക്കിയാലും മുക്കിലും മൂലയിലും നിങ്ങൾക്ക് ഒമാൻ്റെ ഓരോ ടാഗുകൾ ഉണ്ടായിരിക്കും. കാരണം അത് തന്നെ ഒരു മെമ്മറിയാണ്. നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ ലെഫ്റ്റ് നോക്കിയാൽ റൈറ്റ് ആയാലും ഒമാൻ്റെ എന്തെങ്കിലുമൊക്കെ വീടുകളിൽ കാണും. എന്തുകൊണ്ട് വെച്ചാൽ നമുക്ക് ജീവിതം ഉണ്ടാക്കി തന്ന ഒരു രാജ്യമാണ്. ഇന്നും നമ്മൾ ജീവിക്കുന്നു സുഖമായിട്ട്. അങ്ങനെ കൈപ്പേറിയ അനുഭവങ്ങളൊന്നും ഇവിടുത്തെ ഭരണാധികാരി ഇരുന്നോ രാജ്യത്തു നിന്നൊന്നും നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല ഒരു കൈപ്പേറിയ അനുഭവങ്ങളൊന്നും. അപ്പം നമ്മൾ അതിനെപ്പറ്റി നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, അതിനെപ്പറ്റി സ്തുതിക്കുന്നു. നമുക്ക് ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു ടാർഗറ്റ് ഉണ്ട്. അത് നമുക്ക് പ്രവാസിയായിട്ടായിരുന്നു ആ ടാർഗറ്റ്. ഒരു കാലത്ത് പ്രവാസ ജീവിതത്തിന് ഒരുപാട് കൊതിച്ച് നടന്നിരുന്ന ഒരാളാണ് ഞാൻ. അന്നത്തെ കാലത്ത് എങ്ങനെ പുറത്തേക്ക് പോവാം, ഏതെല്ലാം രാജ്യം, ഗൾഫ് എന്നല്ല ഏതെങ്കിലും രാജ്യത്തേക്ക് എങ്ങനെ കടന്നു പോവാന്ന് ആലോചിച്ചിരുന്നിരുന്ന ആളാണ്. പക്ഷെ ഒരിക്കലും എൻട്രി ചെയ്തിട്ട് ഒരിക്കലും തിരിച്ചു പോകേണ്ടിയും വന്നിട്ടില്ല എനിക്ക്. ചെറിയ ചെറിയ ഷോർട്ട് ബ്രേക്സ് അല്ലാതെ പല പ്രശ്നങ്ങളും 1980s ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തരണം ചെയ്തിട്ടുണ്ട്. 3-4 മാസം ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ജീവിതം. തിരിച്ചു വന്ന് വീണ്ടും ബ്രേക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അത് മറ്റുള്ള എല്ലാ സാധാരണ ആൾക്കാർക്ക് ഉണ്ടാവേണ്ട എല്ലാ ഇതുകളും ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ കാലത്ത് പറയാം നമ്മുടെ കുടുംബങ്ങളൊക്കെ വിട്ട് നിങ്ങൾ പോയിരുന്നു. ഇപ്പോൾ എൻ്റെ ഫാമിലി ആയാലും അവർ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് 1-1.5 കൊല്ലം നാട്ടിലായിരുന്നു. ഇടയ്ക്ക് ഞാൻ പോവാറുണ്ടെങ്കിലും അത് വലിയൊരു ഗ്യാപ്പായിരുന്നു. ദൈവം സഹായിച്ചാൽ അവരെ കൂടെ കൊണ്ടുവരാൻ പറ്റി. അതിനുശേഷം അങ്ങനെ ഒരു മാറി നിന്നിട്ടുള്ള ജീവിതം വളരെ കുറവായിരുന്നു എന്ന് പറയാം. അപ്പോൾ അതെല്ലാം ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റും. എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അതുപോലെ എത്രയോ പേര് അന്നും ഇന്നും ദുഃഖിക്കുന്നു, ഫാമിലി കൂടെ ഇല്ലാതെയും കുടുംബത്തെ പ്രാരബ്ധം പല റീസണും ഉണ്ട്. അന്ന് സുഹൃത്ത് ബന്ധങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. പക്ഷെ ചെറിയ 2 ലെവലിലാണെന്ന് മാത്രം. അന്ന് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. അന്നത്തെ ഒരു സൗഹൃദങ്ങളായിരുന്നു. ഇന്നും അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വിത്ത് ഫാമിലി ആൾസോ. 2 ഘട്ടത്തിലാണെന്ന് പറയാം. 2 സൗഹൃദങ്ങൾ അന്നും ഇന്നും സ്ട്രോങ് ആണ്. ഞാൻ ഇന്നും അന്നും പഴയ ആൾക്കാരെ ഇന്നും വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. 26-ാം തീയതി ഞാൻ പഠിച്ച സ്കൂളിൽ
1974 ബാച്ചിലെ 50ാമത്തെ വർഷം ഞങ്ങളെല്ലാവരും കൂടാൻ പോകണം ആദ്യമായിട്ട്. ഇപ്പം 50 കൊല്ലം കഴിഞ്ഞതുപോലെ ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ എന്തായാലും കൂടാൻ പോകണം 26-ാം തീയതി. അപ്പം അതിനൊരു മുൻകൈ എടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു ജീവിതം, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാം ഇന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വിത്ത് അവൈലബിൾ ഫ്രണ്ട്സ്. അതിൽ ഞങ്ങൾ 60-68 പേരിപ്പുണ്ട്. പലവരും മരിച്ചു പോയവരുണ്ട്, അല്ലാണ്ട് തന്നെ 10-68 പേരുണ്ട് അതിൽ. അപ്പോൾ ഒരു ടോട്ടലി ഡിസ്കണക്റ്റഡ് അല്ല നമ്മുടെ ചെറുപ്പക്കാരെന്ന് പറയുന്നത്. ഇപ്പം 26-ാം തീയതി ഞങ്ങൾ ഈ പ്രോഗ്രാമിന് ഞാൻ പോകുന്നതും ഒരു ബാലനായിട്ടാണ്, അല്ലാതെ 60-65 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളായിട്ടല്ല. എല്ലാവരോടും ആ ഒരു മെസ്സേജും കൊടുത്തിട്ടുണ്ട്, യു ഹാവ് ടു ആക്ട് ലൈക്ക് എ ചൈൽഡ്. കാരണം ആ ഒരു ദിവസം നിങ്ങൾ കുട്ടിയായിട്ട് അഭിനയിക്കേണ്ടി വരും. അതാണ് ആ ഒരു ഫുൾ ഡേ ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. വി ഷെയർ ഈച്ച് അതർ. ഞങ്ങളുടെ ഓർമ്മകൾ ഒരുപാട് കുട്ടിക്കാലത്ത് സ്കൂളുകളിലെ പല നല്ല അനുഭവങ്ങൾ, പൊട്ട അനുഭവങ്ങൾ, തല്ലുപിടി അനുഭവങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ അധ്യാപകരൊക്കെ എന്നും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. അവർ ജീവിച്ചിരുന്ന കാലത്തൊക്കെ നല്ലോണം ഇന്ററാക്ട് ചെയ്തിരുന്ന ആൾക്കാരാണ്. എൻ്റെ പാരൻസിലായാലും എൻ്റെ അച്ഛനും ഒഴിച്ച് ഗ്രാൻഡ് മദർ ഒഴിച്ച് എല്ലാവരും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുള്ളൊരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ചു കാലം. അപ്പം അവർക്കൊക്കെ ഇത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. നാട്ടിൽ പുതിയ വീട് വെച്ച് അവർക്കും അവിടെ താമസിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു അച്ചീവ്മെന്റിന്റെ ഭാഗമാണെന്ന് പറയാം. ഒരു ഗൾഫിൽ അതിലും കൂടുതലും നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. നമ്മുടെ എല്ലാവരുടെയും പ്രവാസ ജീവിതമാണല്ലോ കേരളം ഇങ്ങനെ മാറ്റിമറിച്ചത്. ഇപ്പൊ 44 കൊല്ലം മുമ്പ് കേരളം ഇങ്ങനെയല്ല. ലോകം ഗ്ലോബലി എല്ലാ കാര്യങ്ങളും മാറി. പക്ഷെ അതിൽ വലിയൊരു മേജർ റോള് പ്രവാസ ജീവിതത്തിനുണ്ട്. പ്രവാസികളാണ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ കേരളത്തിനെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ ഒരു ഡിബേറ്റഡ് സബ്ജക്റ്റുകളായിരിക്കും. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ, ടോട്ടാലിറ്റി നോക്കുമ്പോൾ, ദർ ഈസ് എൻ അച്ചീവ്മെന്റ്, ദർ ഈസ് എ ഹ്യൂജ് ഡിഫറൻസ് 44 years. അതിന് പ്രവാസ ജീവിതം എല്ലാവർക്കും, ഞാൻ മാത്രമല്ല എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. ഒരു ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാലഘട്ടത്തിൽ വരുന്ന ആളാണ്. പല ഘട്ടങ്ങൾ വന്ന് ആദ്യം നമ്മൾ പാരൻസ്, അതിനുശേഷം നമ്മൾ കല്യാണം കഴിക്കുന്നു, അതായത് നമുക്കൊരു കുടുംബിനെ കിട്ടുന്നു, വൈഫായിട്ടോ അതായിട്ട്. അവരുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് നമ്മുടെ ത്രൂ ഔട്ട് ദ ലൈഫ്. ആ ഒരു ഏരിയ ഞങ്ങൾ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴേ അതിനൊരു ഭംഗിയുള്ള രസമുള്ളൂ. ആ ഒരു കേസിലും സോഫാർ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള ആളാന്ന് പറയാം. വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ കുട്ടികളായാലും എല്ലാവരും. അപ്പൊ ഇതെല്ലാം ഒരു, നിങ്ങൾ പ്രവാസ ജീവിതം മാത്രമല്ല, ഒരു പൈസ മാത്രമല്ല നോക്കുന്നത്. ഇതെല്ലാം ഒരു കോരിക്കുള്ളിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ജീവിതത്തിനെ എങ്ങനെ ഭംഗിയായി കൊണ്ടു നടക്കാന്നാണ് എൻ്റെ ഒരു ടാർഗറ്റ്. അതിൽ മണി എന്നുള്ളത് ആവശ്യമാണ്, പക്ഷെ അതിനൊരു ഇമ്പോർട്ടൻസ് അത്ര ഇല്ല എന്ന് ഞാൻ പറയാം. മറ്റുള്ളതെല്ലാം ഉണ്ടെങ്കിൽ ഇത് പാർട്ടാണ് അതിന്റെ. 85-ലൊക്കെ ഇവിടെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ഇവിടെ അങ്ങനെ ഫാമിലി താമസിക്കാനുള്ള ഇതിൽ ഉണ്ടായിരുന്നില്ല. സൗകര്യങ്ങളും സാമ്പത്തികം എല്ലാം കുറവായിരുന്നു. പക്ഷെ എന്നാലും ആ ഫാമിലി ഒരുമിച്ച് ഉള്ളത് കൊണ്ട് അതും കൂടെ കൂടെ കൊണ്ട് അതും അന്ന് എനിക്ക് നാട്ടിലെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പാരന്റ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവർക്ക് എൻ്റെ ഒരു സഹായം ഇല്ലാതെ അവർക്ക് ജീവിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു ഗോഡ് ബ്ലെസ്സിങ് ആണ്. പ്രവാസ ജീവിതം ഞാൻ പറഞ്ഞില്ലേ, കം വിത്ത് ഡെഡിക്കേഷൻ, മേക്ക് യുവർ ഓൺ ഐഡന്റിറ്റി. അതാണ് കാര്യം. നമ്മൾ തീരുമാനിക്കുക, സ്റ്റാർട്ട്. പലപ്പോഴും അതിൽ ഒരുപാട് വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. എല്ലാം സക്സസ്ഫുൾ ലൈഫിലേക്ക് പോകണമെന്നൊന്നുമില്ല. ബട്ട് നമ്മുടെ സൈഡിൽ നിന്ന് കഴിയുന്ന മിസ്റ്റേക്ക് ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യുക. പല പല കാര്യങ്ങളും ഞാൻ പറയാം. മിസ്റ്റേക്ക് ഒരുപാട് വർക്ക് ചെയ്തിട്ട് പക്ഷെ അത് സക്സസ് ആയില്ല. ബട്ട് ഇറ്റ് വാസ് നോട്ട് മൈ മിസ്റ്റേക്ക്, ബട്ട് പീപ്പിൾ ക്യാൻ മിസ്റ്റേക്ക്. അതാണ് അതിന്റെ കാര്യം. അത് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് തന്നെ ഒരാളുടെ സക്സസ് ആരും നോട്ടിഫൈ ചെയ്യില്ല. ഫെയിലിയർ ഈസ് ഹൈലി നോട്ടിഫൈഡ് ആണ്. പെട്ടെന്ന് പറയാം. ഇവിടെ രണ്ട് ഫ്ലഡ് വന്നതാണ് ഈ സെയിം പ്ലേസിൽ. 2024 ഒരുപാട് ഡിസാസ്റ്റർ ഉണ്ടായ വർഷങ്ങളാണ്. ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി വയനാട്. 2024 ഈ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഇല്ല, അങ്ങനെയായിരുന്നു. യുദ്ധഭൂമി പോലെയായിരുന്നു എല്ലാം. അപ്പൊ എന്നിട്ട് നമ്മൾ ഓഗസ്റ്റിലാണ് വീണ്ടും റീഗെയിൻ ചെയ്ത എല്ലാം കംപ്ലീറ്റ് റീബിൽഡ് ചെയ്തിട്ടുള്ളത്. ബിൽഡിംഗ് സിവിൽ കൺസ്ട്രക്ഷൻ ഷെല്ലുണ്ടായിരുന്നു ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഫുള്ളൊക്കെ പോയി, മെഷീൻസ് എല്ലാം പോയി, പിന്നെ എല്ലാം പോയി. ഇപ്പോഴാണ് റീഗെയിൻ ചെയ്ത് വരുന്നു.
മറ്റേ സമയത്തുണ്ട്, പക്ഷെ നമുക്ക് അത്ര എഫക്ട് ചെയ്തില്ല. നമ്മളങ്ങ് ടൗണിലാണ്. ഈ ഫ്ലഡ് ഒരു നാട്ടിലൊക്കെ ഉണ്ടായ പോലെ എങ്ങനെയാ അറിയില്ല. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് എന്താ കഴിഞ്ഞ April 16. ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ പ്രവാസ ജീവിതത്തിനെ പറ്റി ഒരു ചെറിയൊരു ലേഖനം എഴുതാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അതിന് സമയം വേണം, എന്താ പറയുക, പീസ് ഓഫ് മൈൻഡ് വേണം, മറ്റുള്ളതൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ. കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ കുറിച്ച് വയ്ക്കാൻ പറ്റും. അതിപ്പോൾ ചെറിയ ഫോമിലായാലും വലിയ ഫോമിലായാലും. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. പ്രവാസ ജീവിതം ഞങ്ങൾ ചെറുപ്പത്തിലെ എന്തിനും എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു പ്രവാസ ജീവിതം. അതിപ്പോൾ ഗൾഫ് വേണമെന്നില്ല, യൂറോപ്യൻ രാജ്യമായാലും അമേരിക്കയിലായാലും എവിടെ വേണമെങ്കിൽ ആകാം. പക്ഷെ എനിക്ക് കിട്ടിയൊരു ആശ്രയം ഗൾഫാണ്. ഗൾഫിൽ എന്നും എനിക്ക് നല്ല നല്ല ഓർമ്മകൾ തന്നിട്ടുള്ള ഒരു രാജ്യമാണ്, പ്രത്യേകിച്ച് പറയാം ഒമാൻ. അതിലൊരിക്കലും സംശയമില്ലാത്ത പറയാവുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അത് എന്നും എൻ്റെ ഓർമ്മയിലുണ്ടായിരിക്കും. എൻ്റെ ഫാമിലിക്കായാലും എൻ്റെ മക്കൾക്കായാലും എല്ലാവർക്കും ഒമാനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ പ്രവാസ ജീവിതം ഒരിക്കലും ഞാൻ മറക്കില്ല.